എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കരയിലുള്ള ഇരുനിലങ്കോട് മഹാദേവ ക്ഷേത്രമാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങോട്ട് പോര് ചേച്ചി ഇറങ്ങും. ഇതുവഴിയല്ലല്ലോ ഇറങ്ങണത്, അപ്പുറം വഴിയല്ലേ. കയ്യെ പിടിച്ച് പോലി കൈ വീഴല് കേട്ടോ. ഇങ്ങോട്ട് നോക്കല്ലേ. പൊക്കോ ഇനിയും പൊക്കോ. പോലെ നിരങ്ങി പൊക്കോ. നിരങ്ങി പൊക്കോ. തിരിഞ്ഞു നോക്കരുത്. ആനപ്പുറം കയറിയ പോലെ ഉണ്ടല്ലോ. ഇതെവിടെ പോണ? ഇനി എണീറ്റോ? ഇതുവഴിയല്ലല്ലോ ഇറങ്ങണ. അത് കൊള്ളാം. അപ്പൊ എവറസ്റ്റ് കയറുന്ന ആൾക്കാരെ സമ്മതിക്കണമല്ലോ. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാല് വീടല്ലേ, ഓടരുത്. ഇതാണ് കൈലാസത്തിൽ പോവാന്ന് പറഞ്ഞ. ഓക്കെ, കേട്ടു. അമ്മ എവറസ്റ്റ് കീഴടക്കിയ പോലെ നിൽക്കണത്. ആകെ ഒരു 100 മീറ്റർ കയറിയപ്പോ എവറസ്റ്റ് കീഴടക്കിയ പോലെ നിൽക്കുക. സംഗതി അടിപൊളിയാണല്ലേ അല്ലേ? നോക്കിക്ക് ഇവിടുന്ന് എഴുന്നേക്ക്. എങ്ങനെയുണ്ട്? അതല്ല, അതിനുള്ളിൽ എന്ത് സംഭവം? ആര് പറഞ്ഞു അങ്ങനെ? വിശ്വാസം അതല്ലേ അല്ല. ഈ അമ്പലത്തിൽ ഒരുപാട് വ്യത്യസ്തയിനം ആചാരങ്ങളുണ്ട്. അതിലൊന്നാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നോട്ട് ഇങ്ങനെ കല്ല് പെറുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ വീട് വെക്കാൻ പറ്റുമെന്ന് പറയാം. എല്ലാവരും കൂടെ കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ ഒരു വീട് റെഡിയാവട്ടെ. ഞങ്ങൾ നിൽക്കുന്നത് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലങ്കോടെന്ന മഹാദേവ ക്ഷേത്രത്തിലെ മലമുകളിലാണ്. ഇവിടേക്ക് എത്തിച്ചേരേണ്ട വഴിയെന്ന് പറയുന്നത് ഉത്രാളിക്കാവിൽ നിന്നും അകമല വഴി മുള്ളൂർക്കര സെൻറ്ററിലെത്തുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് ഒരു 5-6 കിലോമീറ്റർ എത്തുമ്പോൾ മഹാദേവൻ്റെ പുണ്യഭൂമിയിലേക്ക് എത്തുകയായി. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ചുറ്റിനും പാറകളാൽ ചുറ്റപ്പെട്ടിട്ടാണ്.
അതിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ മലമുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അത് ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയേണ്ടുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഈ മലമുകളിൽ, ഈ പാറയുടെ മുകളിൽ നല്ല ചൂടുണ്ടെങ്കിലും നല്ലൊരു കാറ്റ് വീശുന്നതുകൊണ്ട് ആ ചൂട് നമുക്ക് അറിയുന്നതേ ഇല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഒരു മുത്തശ്ശി ഈ മലമുകളിൽ കയറിയപ്പോൾ നല്ലൊരു കാറ്റും മഴയും വന്നപ്പോൾ ഒരു സ്ഥലത്തേക്ക് കയറി നിന്ന് അവരുടെ കയ്യിൽ അരിവാളുണ്ടായിരുന്നു. ആ അരിവാലിനെ മൂർച്ച കൂട്ടുവാനായിട്ട് ആ പാറയുടെ മുകളിൽ ആ കത്തി കൊണ്ടൊന്ന് തേച്ചപ്പോൾ ആ പാറയിൽ നിന്നും ധാരയായിട്ട് രക്തം വരികയുണ്ടായി. ആ അമ്മ വളരെ അധികം സങ്കടപ്പെട്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തെ പോലെ ദേവപ്രശ്നം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ദേവഹിതമൊക്കെ നോക്കി ഇവിടെ മഹാദേവന്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ഇരുന്നിലങ്കോടപ്പൻ എന്ന പേരിൽ ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രം ഉണ്ടായത്. ആ ക്ഷേത്രത്തിലേക്ക് വരുവാനുള്ളൊരു ഈ പുണ്യഭൂമിയിൽ എത്തുവാനുള്ളൊരു സമയം നമുക്ക് ഇന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയില്ല. വന്നപ്പോൾ തന്നെ ഭക്ഷണം കിട്ടി, അന്നദാനം, എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ച് അന്തേവാസികൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ആ ഇരുന്നിലങ്കോടപ്പൻ്റെ അനുഗ്രഹത്താലും സാമൂഹ്യ നന്മ വിളിച്ചോതുന്ന കമ്മിറ്റിക്കാരുടെ ആ ഒരു പ്രവർത്തനവും മുഖ്യ ഘടകം തന്നെയാണ്. ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഇതെല്ലാം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു സുഖക്കുറവുണ്ടാവും. കാരണം ഈ ക്ഷേത്രത്തിൽ കാലിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷേത്ര നടയിൽ തൂശനില വെച്ച് അതിൽ പപ്പടം വെച്ചിട്ട് അതിങ്ങനെ ചവിട്ടി പൊട്ടിക്കുന്ന ഒരു ചടങ്ങുണ്ട്, ഒരു വഴിപാടുണ്ട്. അത് നമ്മുടെ കാൽ സംബന്ധമായിട്ടുള്ള വാദം, പിന്നെ കാലിൽ ഇങ്ങനെ വിണ്ടുകീറൽ, ഇതൊക്കെ ചുടുവാദം, ആണി, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ശമനം കിട്ടുമെന്നാണ് ഞാനിങ്ങനെ വായിച്ചറിഞ്ഞത്. അതോടൊപ്പം തന്നെ വേറൊരു വഴിപാടുകളൊക്കെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള. മുടി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തിരുനടയിൽ ചൂല് കൊണ്ടുവന്ന് മുടിയിൽ 3 പ്രാവശ്യം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചൂലവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു പരിഹാരമാണെന്നാണ് ആ ഒരു വഴിപാട് കൊണ്ട് ആ വായിച്ചു തെരഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ചിലപ്പം ഇതൊന്നും കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു ഐതിഹ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഈ നാട്ടിൽ ആദ്യ വിളവെടുക്കുന്ന എന്ത് കൃഷി ആയാലും ആ ഒരു വിഹിതം ഇവിടുത്തെ ഭഗവാന് സമർപ്പിക്കുക എന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അതുകൂടെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും വന്ന് തൊഴുവാനുള്ള ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓം നമഃ ശിവായ. നല്ലൊരു മഴ വന്നുണ്ട്. ദൂരത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട് മഴ. അപ്പം ഞങ്ങൾ വേഗം തന്നെ ഇതിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പാറക്കെട്ടായതുകൊണ്ട് ഇറങ്ങാനായിട്ട് വഴുക്കലുണ്ടാവും. അപ്പം ഓക്കെ, ബൈ. പെയ്ത് ഡ്രോണയിലേക്ക് വെച്ചോ? ആ വെച്ചോ. കാറ്റും മഴയിട്ടെ ഞങ്ങൾക്ക് 2 വട്ടം ഇറങ്ങിയിട്ട് മഴ കിട്ടി. അപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റിയത് നേരത്തെ. പുലിയൊരു ഒന്ന് മേടിച്ചിട്ടാണ്? പുലിമുരുങ്ങല് ആ പാറക്കെട്ടിന്റെ മുകളിലൂടെ പുലിയൊരു ഒന്ന് അങ്ങനെ മേടിച്ചിട്ടാണ്.
മഴ പെയ്ത് വെള്ളമായതുകൊണ്ട് ഇറങ്ങണ കാര്യം വലിയൊരു ടാസ്ക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ, സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ എത്തും വേഗം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ 4ാമത്തെ വട്ടമാണ് മഴ പോയെന്ന് കയറിയിട്ട് ഇറങ്ങണത്. വീണ്ടും പകുതിയെത്തും, വീണ്ടും ഇവിടെ ഒന്ന് ഓടി കയറും. ഭഗവാന്റെ പരീക്ഷണമാണോ എന്ന് അറിഞ്ഞില്ല. പിള്ളേരാണെങ്കിൽ പേടിച്ചു തുടങ്ങി, എന്താണ് പോകാൻ പറ്റാത്തതെന്ന് ആലോചിച്ചിട്ട്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ താഴേക്ക് ഇറങ്ങി എത്തിയിട്ടുണ്ട്. ഇതിൽ കയറുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പിടിച്ച് കയറാനോ ഇറങ്ങാനോ ഒരു സാധനം പോലും ഇല്ല. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് വേണം മുകളിലേക്ക് കയറാൻ. ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഓക്കെ ബൈ.